ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്നിവിടെ ഫിഷിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്നിവിടെ മീൻ കിട്ടുന്നത്. ചേട്ടൻ ഇലക്ഷൻ തിരക്കിലായതുകൊണ്ട് മീനൊന്നും വാങ്ങിക്കാൻ ടൈമില്ല. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇറങ്ങുന്നിടത്ത് രണ്ട് അമ്മച്ചിമായിട്ട് ഒരു മീനും കൊണ്ടിരിപ്പുണ്ട്. അവരുടെ ഒന്ന് രണ്ട് മീനേ കാണുകയുള്ളൂ. പിന്നെ അത്യാവശ്യം വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല. ഇപ്പം ഞാൻ അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അയലയുണ്ട്, മത്തിയുണ്ട്. 150 രൂപയുടെ സാധനമാണിത്. അപ്പം നമ്മൾ അത് 3-4 വറക്കാം, ബാക്കി കറി വെക്കാൻ വിചാരിക്കുന്നു. അപ്പം നമുക്കിത് ഉപ്പിട്ട് നല്ലോണം കഴുകിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ചട്ടിയിട്ട് വേവിച്ചെടുക്കാം. അപ്പം അതിൻ്റെ പുറത്തെ ചെടുപ്പതും അഴുക്കും എല്ലാം പോയി അതിൻ്റെ സ്മെല്ല് മാറിക്കിട്ടും. ഇതിനെ കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകി 5 പ്രാവശ്യം കഴുകിയെടുക്കാം. നല്ലവണ്ണം കഴുകിയെടുക്കാം. നന്നായി മീൻ കറി വെക്കാൻ വേണ്ടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാം. ആദ്യം കുടംപുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. ഇത് നല്ല ഉറയുള്ള പുളിയാണ്, അതുകൊണ്ട് 2 എണ്ണമേ എടുക്കുന്നുള്ളൂ. വെള്ളത്തിലിട്ട് വെക്കാം, അതിൻ്റെ ഉറയിടാൻ വേണ്ടിയിട്ട്. നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. കറിവേപ്പിലയുണ്ട്, ഇതൊന്ന് എല്ലാം അരിഞ്ഞ് വെക്കാം. ഇപ്പോൾ നമുക്കിവിടെ പരിപാടി തുടങ്ങാം. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. കുടംപുളിയുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഫിഷ് മസാല. മൺചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുവിധം മൂട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. ഒരു കൊഴുപ്പിന് വേണ്ടി ശകലം മല്ലിപ്പൊടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കൂടെ ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീൻ തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഫിഷ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വരട്ടെ. ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഫിഷിനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫിഷ് വറക്കാൻ എടുത്തു വെച്ചു പിള്ളേർക്ക്. ബാക്കി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ തലയുടെ ആളാണ്, തല. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കറക്കിയെടുത്തിട്ട്, തവി വെച്ചിളക്കാതെ കൈ കൊണ്ട് കറക്കിയെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കറക്കിയെടുത്ത് എല്ലാം സെറ്റായി. പിന്നെ ഇതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവട്ടെ മീനോട്ടിരുന്നേ. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. മീൻകറി നല്ല
വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഒന്ന് വട്ടം കറക്കിയെടുക്കാം. വട്ടം കറക്കി ഇനി ഇത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇത് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ കുടംപുളിയിട്ട നല്ല എരിവും പുളിവുമുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നമുക്ക് കാണാം. ബൈ ബൈ.